കിടപ്പറയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രേക്ഷകരിൽ നിന്ന് ലഭിച്ച കത്തുകൾക്കുള്ള മറുപടിയാണ് ഇനി ആരംഭിക്കാൻ പോകുന്നത്. 6 മാസം മുൻപ് വിവാഹിതനായ യുവാവാണ് ഞാൻ. വയസ്സ് 27, ഭാര്യയുടെ പ്രായം 25. ഞങ്ങളുടെ ലൈംഗിക ജീവിതം വേണ്ടത്ര തൃപ്തികരമല്ല. കാരണം എൻ്റെ ലിംഗം ചെറുതായതിനാൽ ഭാര്യയെ രഹസ്യത്തിലേക്ക് നയിക്കാൻ സാധിക്കുന്നില്ല. ഭാര്യയ്ക്ക് ഇതിൽ ദുഃഖമുണ്ട് എന്ന് എനിക്കറിയാം. പക്ഷേ അവൾ അക്കാര്യം എന്നോട് പറയാറില്ല. ഭാര്യയെ ലൈംഗികമായി തൃപ്തിപ്പെടുത്താൻ കഴിയാത്തവൻ ഭർത്താവായി ഇരിക്കാൻ യോഗ്യനല്ല എന്നും ഞാൻ വിശ്വസിക്കുന്നു. ഇതോർത്ത് മാനസികമായി തകരുകയാണ് ഞാൻ. ലൈംഗിക ജീവിതം സന്തോഷപ്രദമാക്കാൻ ഒരു വഴി പറഞ്ഞു തരാമോ ഡോക്ടർ? കത്ത് വായിച്ചു. നിങ്ങളുടെ മനസ്സിൽ പതിഞ്ഞു പോയ ചില തെറ്റായ ധാരണകളാണ് രതിബന്ധത്തിൽ പ്രശ്നങ്ങളുണ്ടാക്കുന്നത്. ലിംഗത്തിന് വലിപ്പമില്ല എന്ന അന്ധവിശ്വാസമാണ് നിങ്ങളെ പ്രതിക്കൂട്ടിലാക്കിയിരിക്കുന്നത്. ലിംഗവലിപ്പത്തിന് ലൈംഗിക വേഴ്ചയ്ക്കും യാതൊരു ബന്ധവുമില്ല. ചെറിയ ലിംഗമുള്ളവനും ഭാര്യയെ രതിസുഖത്തിലേക്ക് നയിക്കാനാവും. ദാമ്പത്യ ജീവിതത്തിലെ ലൈംഗിക വേഴ്ച ഒരു കലയാണ്. അത് പഠിക്കണം. സ്ത്രീയെ കാണുന്ന മാത്രയിൽ വിവസ്ത്രയാക്കി ലിംഗം യോനിയിൽ പ്രവേശിപ്പിച്ച് വേഴ്ച നടത്തിയാൽ പുരുഷന് സുഖം ലഭിച്ചേക്കാം. അതേസമയം സ്ത്രീയിൽ ലൈംഗിക വികാരം ഉണർന്നിട്ടുണ്ടാവില്ല. അത്തരം സമയങ്ങളിൽ ലിംഗയോനിയെ ബന്ധം നടത്തുന്നത് ശരിയല്ല. സ്ത്രീയെ രതിമൂർച്ചയിലേക്ക് നയിക്കാൻ 3 ഇഞ്ച് നീളമുള്ള ലിംഗം മതി. ഇത് കേൾക്കുമ്പോൾ അത്ഭുതം തോന്നിയേക്കാം. പിന്നെ എന്തിനാണ് ലിംഗവലിപ്പം കൂട്ടാനുള്ള മരുന്നുകൾ വിൽക്കുന്നത്? ഇവിടെയാണ് ലൈംഗികതയെക്കുറിച്ച് പഠിക്കണമെന്ന് പറയുന്നത്. കിടപ്പറയിൽ എങ്ങനെ പെരുമാറണമെന്നും ഭാര്യയുമായി ബന്ധപ്പെടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്നും അറിഞ്ഞാൽ ഭാര്യയെ തൃപ്തിപ്പെടുത്താൻ ചെറിയ ലിംഗം മതി. ലിംഗവലിപ്പവും രജസുഖവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. വലിയ ലിംഗമാണ് സ്ത്രീയെ തൃപ്തിയാക്കാൻ വേണ്ടത് എന്ന് കാണിച്ചുകൊണ്ടുള്ള പരസ്യങ്ങളാണ് പുരുഷനെ ഇങ്ങനെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നത്. ഉത്തേജക മരുന്നുകൾ വിൽക്കാനുള്ള തന്ത്രങ്ങളാണ് ഇതൊക്കെ. അതുപോലെ തന്നെ സംഭോഗ ദൈർഘ്യം കൂട്ടാനുള്ള മരുന്നുകളും സ്ഥിതി ഇത് തന്നെയാണ്. 3 ഇഞ്ച് നീളമുള്ള ലിംഗമുള്ള പുരുഷന് എങ്ങനെയാണ് ഇണയെ തൃപ്തിപ്പെടുത്താൻ സാധിക്കുക എന്ന സംശയം നിങ്ങളിൽ ഉണ്ടാവാം. ഇവിടെയാണ് പുരുഷൻ്റെയും സ്ത്രീയുടെയും ജനനേന്ദ്രിയങ്ങളെക്കുറിച്ച് പഠിക്കണമെന്ന് പറയുന്നത്. സ്ത്രീയുടെ യോനിയുടെ തുടക്കത്തിലെ 3 ഇഞ്ച് ഭാഗത്ത് മാത്രമേ സംവേദനക്ഷമതയുള്ളൂ. ആ ഭാഗത്തുള്ള ഉരസലാണ് സ്ത്രീയെ ഉത്തേജിപ്പിക്കുന്നത്. അതിനപ്പുറത്തേക്കുള്ള ഭാഗത്ത് സംവേദനക്ഷമതയില്ല എന്ന് മനസ്സിലാക്കുക. മറ്റൊന്ന്, യോനിയുടെ മുൻഭാഗത്തെ ക്ലിറ്റോറിസ് എന്ന ഭാഗത്തെ തലോടുന്നതിലൂടെയും ഇണയെ രഹസ്യത്തിലേക്ക് നയിക്കാവുന്നതാണ്. പക്ഷേ ഇതിലൊന്നും പുരുഷൻ ശ്രദ്ധിക്കാറില്ല. ലിംഗയോനി ബന്ധത്തെക്കുറിച്ച് മാത്രമേ അവർക്കറിയൂ. മറ്റൊരു കാര്യം, സ്ത്രീക്ക് ഒരു വേഴ്ചയിൽ 1-ലധികം തവണ രതിമൂർച്ച ഉണ്ടാവാം. അതായത് ലൈംഗിക സുഖം അനുഭവിക്കാൻ സാധിക്കുമെന്നർത്ഥം. ഇതിന് മൾട്ടിപ്പിൾ ഓർഗാസം എന്ന് പറയും. പുരുഷന് ഇത് സാധ്യമല്ല. സ്ത്രീയുടെ രതിസുഖത്തിന് പിന്നിൽ അധികം ആരും അറിയാത്ത സത്യമുണ്ട്. അത് അവരുടെ മനസ്സുമായി ബന്ധപ്പെട്ടതാണ്. ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന പുരുഷനിൽ നിന്ന് മാത്രമേ അവൾക്ക് രതിസുഖം അനുഭവിക്കാൻ കഴിയൂ. അതായത് ഭർത്താവ് തന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ട് എന്ന് അവൾക്ക് ബോധ്യമാവണം. എന്നും ഭാര്യയുമായി കലഹിക്കുകയും അനാവശ്യമായി കുറ്റപ്പെടുത്തുകയും ചെയ്യുന്ന ഭർത്താവാണെങ്കിൽ അയാളുമായി കിടപ്പറ പങ്കിടുമ്പോൾ യാതൊരു തരത്തിലുള്ള ലൈംഗിക ആനന്ദവും അവൾക്ക് ലഭിക്കുന്നതല്ല. പരസ്പരം സ്നേഹിക്കുന്നുണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ മാത്രമേ ലൈംഗിക ജീവിതം സംതൃപ്തമാവൂ. എത്ര തവണ വേഴ്ച നടത്തിയാലും എത്ര ഉത്തേജക മരുന്ന് ഉപയോഗിച്ചാലും ഇണയെ ലൈംഗിക സുഖത്തിലേക്ക് നയിക്കാൻ സാധിക്കില്ല എന്നും തിരിച്ചറിയുക.